45 വർഷം അറബ് നാട്ടിൽ അറബികൾക്ക് ഇമാമായിരുന്ന മലയാളിയായ ദാവൂദ് ഉസ്താദ്. അജ്മാനിൽ വിവിധ പള്ളികളിൽ 4 പതിറ്റാണ്ട് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഈ വളാഞ്ചേരിക്കാരൻ ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ് തന്റെ 78ാമത്തെ വയസ്സിൽ. മനസ്സിൽ നിൽക്കുന്ന അനുഭവം ഈ അറബികളുടെ തന്നെയാണ്. അറബികൾ അത്ര വല്ല അവരെപ്പറ്റി പറയുമ്പോൾ സങ്കടം വരും. കാരണം അവർക്ക് യാതൊരു വലിപ്പച്ചെറുപ്പില്ല. 45 വർഷത്തിലേറെ അറബ് നാട്ടിൽ അറബികൾക്ക് ഇമാമ് നിന്ന ഒരു മലയാളി ഉസ്താദാണ് നമ്മോടൊപ്പം ഉള്ളത്. വളാഞ്ചേരി എടയൂർ സ്വദേശിയായ ദാവൂദ് ഉസ്താദ്. ദാവൂദ് ഉസ്താദിനെ എങ്ങനെയാണ് ഈ അജ്മാനിലെ അറബികൾ സ്വീകരിച്ചത്? അവർ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവർ സ്വീകരിച്ചത്. ഞാൻ ആദ്യമായിട്ട് വന്നത് പള്ളി ഇമാമായി വന്നത് മനാമയിലാണ്. അജ്മാന്റെ ഭാഗമായിട്ട് അജ്മാന്റെ ഭാഗത്തിൽ മനാമയിൽ. അവിടെ പിന്നെ പട്ടാള ക്യാമ്പാണുള്ളത്. അവിടെ കുറേ മലയാളികളുണ്ട്, ഫാമിലികളും. അങ്ങനെ അവരെ അതിന് ഒരു വർഷത്തോളം അങ്ങനെ അജ്മാൻ ഷെയ്ഖ് ഹുമൈദിൻ്റെ സെക്രട്ടറി ഷെയ്ഖ് അബ്ദുല്ലാമി റഹ്മുല്ലാ നിസ്കാരം കണ്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട് ഇന്നെ ഹത്ത ഒമാൻ ബോർഡർ അവിടെ അജ്മാൻ കുറച്ച് സ്ഥലമുണ്ട്, മസ്ഫൂത്ത് മുസൈറ സുബൈഗ എന്ന് പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട് ഒമാൻ്റെ ബോർഡറിൽ. അദ്ദേഹം അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം എന്നെ മനാമേന്ന് അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഒരു 12 വർഷക്കാലം അവിടെ നിന്ന്. മൊത്തം 50 വർഷമാണ് ദാവൂദ് ഉസ്താദിനുള്ളത്. അതിൽ 45 വർഷത്തോളം ഈ പറഞ്ഞ പോലെ അറബികൾക്ക് ഇമാമ നിന്നു. ഇപ്പോൾ 78ാം വയസ്സിലാണ് ആ പ്രവാസത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. എന്തായാലും അജ്മാനിൽ തന്നെ കൂടാനാണോ തീരുമാനം? അജ്മാൻ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് സീസണാണ്. പെട്ടെന്ന് നാട്ടിലാണെങ്കിൽ ചൂട് സമയമാണ് റമദാന്. അപ്പോൾ പെട്ടെന്ന് ഇതാകുമ്പോഴേ ഞങ്ങൾക്ക് താങ്ങൂല. അതുകൊണ്ട് നോമ്പ് കഴിഞ്ഞിട്ട് പോകാന്നുള്ള നിലക്കാണ്. അറബികളോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ എങ്ങനെയാണ്? ഞാൻ ആദ്യം അറബികളെ വെറും ബതുക്കലടിയിലാണ് ഞാൻ ഉണ്ടായത്. ഒമാൻ്റെ ബോർഡർ ഹത്തയിൽ സുബൈഗ എന്ന സ്ഥലത്ത് വെറും ബതുക്കളായിരുന്നു. അവരെ കണ്ടിട്ടാണ് ഇസ്ലാമിൻ്റെ പ്രായോഗിക ജീവിതം ഞാൻ പഠിച്ചത്. മദ്രസയിൽ പോകാത്ത ബതുക്കളെ കണ്ടിട്ടാണ് ഇസ്ലാം എന്താണെന്ന് ഞാൻ പഠിച്ചത്. അറബികൾക്ക് പൊതുവെ അങ്ങനെയുള്ള വിവേചനങ്ങളൊന്നുമില്ല. അറബികൾക്ക് ഒരു വിവേചനമില്ല. ഏത് മതക്കാരനാണ്, ഏത് ജാതിയാണ്, ഒന്നുള്ള ഒരു വിവേചനമില്ല. മനുഷ്യൻ അവർ പറഞ്ഞ പണികളെല്ലാം നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് അവരവിടെ മതം ജാതി ഒന്നും ചില സ്വഭാവം തന്നെ അറബികൾക്കില്ല. ദാവൂദ് ഉസ്താദിന്റെ 50 വർഷം നീണ്ട പ്രവാസത്തിൽ 45 വർഷവും ഭാര്യ ബസീറ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സൗന്ദര്യം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ സന്തോഷമല്ലേ. ജീവിക്കാൻ നല്ല സ്ഥലം. അറബികളൊക്കെ നല്ല സ്വഭാവം. ഞങ്ങളൊരു വർഷം തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അറബികൾ എന്നും വന്ന് ഇന്നെ വിളിക്കാൻ വരും. അങ്ങനെ വന്ന് വിളിച്ചിട്ട് എന്നും ഭക്ഷണം തരും. എന്താ വേണ്ടത് ചെന്നാൽ ചോദിക്കണക്ക് എന്താ വേണ്ടത് നമുക്ക് പറയാൻ നമുക്ക് അത്ര അറിയില്ലല്ല. യുടെ രാഷ്ട്രപിതാവിനെ അതേപോലെ അജ്മാൻ ഭരണാധികാരിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാണാൻ സലാം പറയാനും ഒക്കെ അവസരം അല്ലേന്ന് അജി അവിടെ വന്നിരുന്നത്. അപ്പോൾ പിന്നെ ഷെയ്ഖ് ഉബൈദിൻ്റെ കൂടെ 2 പ്രാവശ്യം ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടുന്ന് സുബൈഗേന്ന് അജി അവിടെ വന്നിട്ട്. ഇമാമിൻ്റെ ജോലി അവസാനിപ്പിച്ചെങ്കിലും ദാവൂദ് ഉസ്താദും കുടുംബവും തൽക്കാലം നാട്ടിലേക്ക് മടങ്ങുന്നില്ല. ഈ റമദാനിലും എന്തായാലും ഇവിടെ തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, അജ്മാൻ.